കേരളത്തിൽ ഇന്ന് സെയിൽസ് ഫീൽഡിൽ ഏകദേശം 20 ലക്ഷത്തിലധികം ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെറിറ്റ്സും ഡീമെറിറ്റ്സും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ശരത്ത്, ഞാനൊരു സെയിൽസ് എക്സ്പെർട്ട് കോച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മെറിറ്റ്സും ഡീമെറിറ്റ്സും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ശരത്ത്, ഞാനൊരു സെയിൽസ് എക്സ്പെർട്ട് കോച്ചാണ്. അവർക്ക് അവരുടെ പല ആവശ്യങ്ങളും ഈ വർക്കിൻ്റെ കൂടെ തന്നെ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ആസ്വദിച്ച് ജോലി ചെയ്യാനും സാധിക്കുന്ന ഒരു മേഖലയാണ് ഫീൽഡ് സെയിൽസ് എന്ന് പറയുന്നത്. ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരു മഴയാണെങ്കിലും വെയിലാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും എന്തും സഹിച്ച് അവർക്കുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള ഓട്ടത്തിലായിരിക്കും. അവർക്ക് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന സന്തോഷം, അതുപോലെ തന്നെ കമ്പനികളിൽ നിന്ന് കിട്ടുന്ന അംഗീകാരം, ഇതെല്ലാം ഓരോ മാസം അവർ പ്ലാൻ ചെയ്ത് തന്നെ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകണം. ഓരോ മാസം അവർക്ക് ലഭിക്കുന്ന ടാർഗറ്റ്, ആ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന്റെ ഓരോ പ്ലാനുകളാണ്. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ ലഭിക്കുന്ന അവർക്കുള്ള ഇൻസെന്റീവ്, ഓരോ മാസത്തെ ടാർഗറ്റ് അത് അച്ചീവ് ചെയ്യുമ്പോഴത്തേക്കും അവർ പ്ലാൻ ചെയ്യുന്നത് അവരുടെ മുന്നോട്ടുള്ള ഓരോ ജീവിതത്തെയാണ്. അതിലൂടെയാണ് അവർ ഓരോ നേട്ടങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവർ കാണുന്ന സ്വപ്നങ്ങൾ, വീട്, കാറ്, സന്തോഷമായ കുടുംബം, ഇതെല്ലാം ഒന്ന് മാനേജ് ചെയ്തു പോകുന്നത് ഓരോ ടാർഗറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇതിലൂടെ കിട്ടുന്ന നമുക്ക് ബന്ധങ്ങൾ, അങ്ങനെ ഉണ്ടാകുന്ന സുഹൃത്ത് വലയങ്ങൾ ഏത് ആവശ്യത്തിനും നമ്മളോട് ഉണ്ടാകും. ഒരു സെയില് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ആ കസ്റ്റമറോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇരു കൈയോടും അത് സ്വീകരിച്ച് നമ്മളെ ഒരു വേറെ ലെവലിലേക്ക് എത്തിക്കുന്ന നമ്മുടെ സ്വന്തം കസ്റ്റമർ, അവനാണ് നമ്മുടെ എല്ലാത്തിൻ്റെ ഒരു നട്ടല് എന്ന് പറയുന്നത്. ഒരു സെയിൽസ്മാന് അവന്റെ ഇൻകം ഇത്ര വേണം എന്ന് അവന്റെ മൈൻഡിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ആ ഇൻകം അവന് എളുപ്പത്തിൽ തന്നെ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു ഫീൽഡാണ് സെയിൽസ് എന്ന് പറയുന്നത്. സെയിൽസിലൂടെ ആ സെയിൽസ്മാൻ ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് അൺലിമിറ്റഡ് ആയി ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അവനിലുള്ള ആ ലിമിറ്റിംഗ് ബിലീഫ് മാറി ആ കംഫർട്ട് സോണിൽ നിന്ന് ഗ്രോ സോണിലേക്ക് എത്തുമ്പോഴത്തേക്കും പല നേട്ടങ്ങൾ അവന് ആ ഫീൽഡിലൂടെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. സെയിൽസ് എക്സിക്യൂട്ടീവ്, സെയിൽസ് മാനേജറിലേക്കും നല്ലൊരു ഹൈ പൊസിഷനിലേക്കും എത്താൻ വേണ്ടി സാധിക്കുന്ന ഒരു ജോലിയാണ് സെയിൽസ് എന്ന് പറയുന്നത്. പല ആൾക്കാർക്കും ഇതിലൂടെ ഉണ്ടാകുന്ന കുറച്ച് ജീവിതശൈലി രോഗങ്ങളുണ്ട്. പക്ഷെ അവയെല്ലാം മാറ്റിവെച്ച് ഒരു ഊർജ്ജമായ മനസ്സോടെയാണ് പല ആൾക്കാർ ഈ ഫീൽഡിൽ ഇപ്പോഴും നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിന്റെ അകത്ത് നിൽക്കുന്ന സെയിൽസിൽ വർക്ക് ചെയ്യുന്ന പല ആൾക്കാർ, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും, ഉദാഹരണത്തിന് പല സൂപ്പർ മാർക്കറ്റിലും അവർ സെയിൽസിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. സൂപ്പർ മാർക്കറ്റുകൾ, തുണിക്കടകൾ, അതുപോലെ ഗൃഹോപകരണ കടകൾ, അങ്ങനെ കുറെ ഷോപ്പുകൾ. അതിൽ രാവിലെ ഒരു 9 മണിക്ക് കയറി കഴിഞ്ഞാൽ രാത്രി 10 മണി 11 മണി വരെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ജീവിതം പല സന്ദർഭങ്ങളിലായിരിക്കും ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പം വീട്ടിലുണ്ടാകുന്ന ഓരോ ഫാമിലി പ്രശ്നങ്ങൾ, അതല്ലാതെയുള്ള പ്രശ്നങ്ങൾ, പിന്നെ അവരുടെ മാനേജർമാർ നൽകുന്ന പ്രഷർ, ഇതെല്ലാം ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാൾ. അങ്ങനെയുള്ള ആൾക്കാർ അവരുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വന്നാലും അതിനെയൊക്കെ അവർ നല്ല രീതിയിൽ തന്നെയായിരിക്കും കൈകാര്യം ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. സെയിൽസിൽ നിന്ന് കിട്ടുന്ന ആ ഓരോ അനുഭവങ്ങൾ അത് ചിലപ്പോൾ നല്ല രീതിയിലും അതുപോലെ തന്നെ മോശം രീതിയിൽ എടുക്കുന്ന പല ആൾക്കാരും ഇന്ന് ഇവിടെ കാണും. അതുപോലെ തന്നെ സെയിൽസിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട് എന്നതല്ല കാരണം. നമ്മൾ ഓരോ വർഷം കഴിയുമ്പോഴത്തേക്കും എന്ത് അപ്ഡേഷനാണ് നമ്മുടെ ജോലിയിൽ കൊണ്ടുവരുന്നത് എന്ന് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള ഓരോ നിമിഷവും ദിവസവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സെയിൽസിന്റെ ഗുണപാഠങ്ങളും അതുപോലെ തന്നെ ഓരോ ടെക്നിക്കുകളും അറിയാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ വളരെ പോസിറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് അംഗമാകണം എങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സെയിൽസിന്റെ വീഡിയോ ആയിട്ട് ഞാൻ മുന്നോട്ട് വരുന്നതായിരിക്കും.